ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഉണ്ണിയപ്പമാണ് കേട്ടോ. വളരെ രുചികരമായ ഒരു ഉണ്ണിയപ്പമാണ്, വെറൈറ്റി രുചിയിലുള്ള ഒരു ഉണ്ണിയപ്പം. പുട്ടുപൊടി വെച്ച് ഉണ്ടാക്കിയ ഈ ഉണ്ണിയപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങളതൊന്നും ഉണ്ടാക്കി നോക്കൂ, നല്ല സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലെയുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കാം കേട്ടോ. ആ ബൗളിലേക്ക് നമുക്ക് 250 ml ഒരു കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് 125 ml ആണ് കേട്ടോ, അതാണ് 2 കപ്പ്. ഇനി നമുക്ക് 125 ml ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 125 ml അതേ കപ്പ് റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് കുതിർത്തിയിട്ട് വെക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് നേരം നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളമൊക്കെ കുടിച്ച് പൊടിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും. അതുവരെ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. കുറച്ച് മീതക്ക് വെള്ളം നിൽക്കുന്ന പോലെ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് ഒരു 4 ഏലക്കായ ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. മാറ്റിവെച്ച നമ്മുടെ ഈ പുട്ടുപൊടി മിക്സ് ഉണ്ടല്ലോ, ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കി മെൽറ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒരു 3 അച്ച് ശർക്കരയൊക്കെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മെൽറ്റാക്കിയിട്ട് എടുത്തതാണ്. ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പഞ്ചസാരയും നമ്മുടെ ഏലക്കായും ഇട്ട് പൊടിച്ച പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക്. പിന്നെ ഇതിലേക്ക് ഒരു കൊട്ടത്തേങ്ങ വേണം, അത് അരിഞ്ഞിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇപ്പം തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് നമുക്ക് ചേർക്കാം. ഒരു നുള്ളു അപ്പസോഡ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് ഇത് അരഞ്ഞ് കിട്ടണം. ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കൊട്ടത്തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ കുഴിയിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഭാഗം നല്ല ഗോൾഡൻ കളറായിട്ട് വരും. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ രുചികരമായ ഒരു ഉണ്ണിയപ്പമാണ് കേട്ടോ. വളരെ സോഫ്റ്റും കഴിക്കാൻ നല്ല ടേസ്റ്റുമുള്ള നമ്മുടെ ഉണ്ണിയപ്പം നിങ്ങൾ ഇതുപോലെ ഒക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഉണ്ണിയപ്പം. 2 ഭാഗവും നല്ല ഗോൾഡൻ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. ഒരു 2 സെക്കൻഡ് മതി അപ്പുറത്തെ ഭാഗവും ഒന്ന് ഗോൾഡൻ കളറായിട്ട് നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്കിത് കോരി മാറ്റിയെടുക്കാം. വിഷുവല്ലേ വരുന്നത്, വിഷുവിനും നമുക്ക് ഇതുപോലെ ഉണ്ണിയപ്പം തയ്യാറാക്കാം. അല്ലാതെ നമുക്ക് വീട്ടിൽ വിശേഷങ്ങൾ ഉണ്ടായാൽ അതിനും നമുക്ക് ഉണ്ണിയപ്പം ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.